Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ മരുന്ന് അഥവാ മോട്ടു കഴിച്ചാലുണ്ടല്ല അയാളുടെ കൈ ശരിക്കും ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്നു. പിന്നെ അയാളുടെ കൈ കൊണ്ട് എല്ലാം അങ്ങോട്ട് തേച്ച് മാച്ചങ്ങോട്ട് കളയും. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ചൂടായിരിക്കും ഡോൺ. ഈ ചൂടായിരിക്കും ഡോൺ. ജോൺ ജോൺ ഇന്നാ ഈ കല്ല് പ്രതിഫലമായിട്ട് വെച്ചോ. നമസ്കാരം സാർ, ഞാൻ പോളിയോ ഡ്രോപ്സ് കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ സന്തോഷപൂർവമായ ജീവിതത്തിന് വേണ്ടിയാ. വളരെ നല്ലത്, വളരെ നല്ലത്. പക്ഷേ ഞങ്ങൾക്കിവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഈ വലിയ ശരീരത്തിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് സാർ. നിങ്ങളുടെ മനസ്സ് ഒരു കുട്ടിയെ പോലെ നന്മ നിറഞ്ഞതാണ്. നിങ്ങളൊരു ശുദ്ധനാണ് സാർ. മാത്രമല്ല നിങ്ങളുടെ ഈ ചെറിയ മനസ്സിൽ സത്യം മാത്രമേ ഉള്ളൂ സാർ. അതെ അതെ, നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ തന്നെയാ. സോ ഏതൊരു മനുഷ്യനാണോ ഇത്രയും ഗുണങ്ങളുള്ളത്, അതായത് ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവം ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടികളായിരിക്കുന്ന എല്ലാവർക്കും ഈ പോളിയോ ഡ്രോപ്പ് അത്യാവശ്യമാണ്. അതെ അതെ വലിയേട്ടാ, ഇത് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. എങ്കിൽ എനിക്ക് തന്നോളൂ, എനിക്ക് ഡ്രോപ്സ് തന്നോളൂ. ഓ താങ്ക് യു. ഇപ്പൊ നിങ്ങൾ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ്. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല മോട്ടോ, ആരാ വന്നിരുന്നേ? കൊറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലോ. ഒന്നുമില്ല. അയാൾ എന്നെ കൊണ്ട് പോളിയോ ഡ്രോപ്സ് കുടിപ്പിച്ചിട്ട് പോയതാ. നീ പോളിയോ ഡ്രോപ്പ് കുടിക്കാൻ മാത്രം നിനക്ക് എന്താ ഉള്ളത്? തീർച്ചയായിട്ടും ഞാൻ കുടിക്കണം പത്ലു. കാരണം എന്റെ അകത്തൊരു മൃദുലമായ, കോമളനായ, നല്ല മനസ്സുള്ള ഒരു പഞ്ചാര കുട്ടനുണ്ടത്രേ. എന്റെ മോട്ടോ, കുട്ടികളായിരിക്കുന്നതും കുട്ടിയെ പോലെ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം നീ താഴെ ഇറങ്ങ്. അല്ല മോട്ടു, നീ എന്തായി ചെയ്തത്? ഞാൻ എന്ത് ചെയ്തെന്നാ? അറിയാത്തതുപോലെ സംസാരിക്കുന്നത് നിർത്ത്. മര്യാദക്ക് എന്റെ ചെയിൻ ഇങ്ങോട്ട് താ. എനിക്ക് തോന്നുന്നു നിനക്കിപ്പോ മോഷ്ടിക്കാനുള്ള മൂടാണെന്നാ. എന്റെ പത്ലു, ഞാൻ ചെയിനൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ എന്റെ ചെയിൻ എടുക്കുന്നത്? അപ്പൊ പിന്നെ ഇതെന്താ പറ പത്ലു? എനിക്കറിയില്ല ഈ ചെയിൻ ഞാൻ എപ്പോഴാ എടുത്തതെന്ന്. വരൂ, എനിക്കിപ്പോ വിശന്നിട്ട് വയ്യ. സമൂസ കഴിക്കാൻ പോയാലോ? വരൂന്നേ. അറിയില്ല പത്ലു, ഇന്ന് കാലത്ത് എന്താ സംഭവിച്ചതെന്ന്. എന്തെങ്കിലും ഒരു സാധനം കണ്ടാ അതെടുക്കാൻ വേണ്ടി എന്റെ കൈ ഞാൻ പോലും അറിയാതെ മുന്നോട്ട് പോകുന്നു. ഇതാ കഴിച്ചോളൂ. എന്നാ ഇത് നിങ്ങൾക്ക്. എന്തത് ഇന്നെന്റെ പ്ലേറ്റിലത്തെ സമോസ തീരുന്നില്ല? ചായക്കടക്കാര ചേട്ടാ, നിങ്ങളെന്താ ഇവിടെ വെച്ചിട്ട് വല്ല മായാജാലം കാണിക്കുന്നുണ്ടോ?
അത് എങ്ങനെ കഴിയും? കാരണം മോട്ടു എന്റെ പ്ലേറ്റിൽ നിന്നും എടുത്തിട്ട് നിന്റെ പ്ലേറ്റിൽ വെക്കുകയല്ലേ. അത് നീ അറിഞ്ഞില്ലേ? പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ എന്താ സമോസ മോഷ്ടിക്കാൻ നോക്കുകയാണോ? സോറി ചായക്കട ചേട്ടാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്റെ കൈകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ പോലും അറിയാതെ കട്ടോണ്ടിരിക്കുക. എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിക്കൂ. കച്ചവടത്തിന്റെ സമയത്താ അവന്റെ ഒരു കട്ടെടുക്കല്. ഓടടാ ഇവിടുന്ന്, ഓടാ. മോട്ടു, ഓടാതെ തിരിച്ചു വന്നേക്ക്. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. എന്താന്നറിയില്ല, ഞാൻ പോലും അറിയാതെ ഞാനിപ്പോ മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ കുടിച്ച പോളിയോ ഡ്രോപ്പില് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആന്റിഡോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചങ്കേ. ഇത് കുടിക്കുമ്പോ നീ നോർമൽ ആയിക്കൊള്ളും. സ്വർണ്ണാഭരണങ്ങളെ എടുത്തോ, കഴിക്കൂ. പൊളിച്ചേ. ഞാൻ ശരിയായേ. എന്റെ കൈകൾ എന്റെ കൺട്രോളിലായേ. താങ്ക് യു വലിയേട്ടാ. മോട്ടു, ഇപ്പൊ നീ ഇത് പറ. മോട്ടു നിനക്ക് പോളിയോ ഡ്രോപ്പ് തന്നില്ലേ? അവനെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? പറയേ. വളരെ നീളം കുറഞ്ഞത്, കാണാൻ ഒരു ഊളലുക്കുമുള്ള ഒരു ക്ലാപ്പൻ. അവന് താടി ഉണ്ടായിരുന്നു. മതി. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അവനാണ് നമ്മുടെ ജോൺ ദ ഡോൺ. അവൻ നിനക്ക് വന്ന് പോളിയോ ഡ്രോപ്പ് തന്നില്ലേ? ആ പോളിയോ ഡ്രോപ്പാണ് ഈ സംഭവിച്ചതിനൊക്കെ കാരണം. ജോൺ നിന്നെ വെറുതെ വിടില്ല. ഞാൻ പോവാണ് ജോണിനൊരു പാഠം പഠിപ്പിക്കാൻ. മോട്ടു, നിൽക്ക. അവിടെ നിൽക്ക് മോട്ടു. ജോൺ നിനക്കൊരു മരുന്ന് കുടിക്കാൻ തന്നു. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സത്യമാണ്. അപ്പൊ പിന്നെ നീ എന്തുകൊണ്ട് ഒരു മരുന്ന് ജോണിന് കുടിക്കാൻ കൊടുത്തൂടാ? എങ്ങനെയുണ്ട്? അല്ല ഗസീറ്ററാം, ഈ രാത്രിയോടെ രാത്രി ഹാൻഡ്സമും ബോഡി ബിൽഡറുമായി മാറിയത് എങ്ങനെ നിങ്ങള്? പറയാൻ ഇപ്പൊ മനസ്സിലെങ്കിലും ഞാൻ പറയാനട്ടാ. നമ്മുടെ ഡോക്ടർ ജഡ്ക ഒരു സ്പെഷ്യൽ മരുന്നുണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കഴിച്ചതും എന്റെ ശരീരം നല്ല മസ്കുലർ ബോഡിയായി മാറിയിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പത്ലു, നീയും ആ മരുന്ന് കഴിച്ചിട്ട് ഇതുപോലെ മസ്കുലർ ബോഡി നിനക്കും വരുത്താന്നേ. എന്റെ മിത്രങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, എന്റെ ശത്രുക്കൾക്കും നമസ്കാരം. ഇപ്പോൾ ഈ ജോൺ ഒരു ബോഡി ബിൽഡർ ആവാൻ പോവുകയാണ്. അതിനുള്ള മരുന്ന് ഡോക്ടർ ജഡ്കയുടെ ലാബിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി. ഇനി മുതൽ ആരെങ്കിലും എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ, എല്ലാത്തിനെയും വലിച്ചു കീറി ഞാൻ പഞ്ഞിക്കിടും, പറഞ്ഞേക്കാം. പൊളിച്ചെടുത്തല്ലോ. ജോൺ, നീയും ഡോക്ടർ ജഡ്കയുടെ മരുന്നെടുത്ത് കഴിച്ചോ? കുടിച്ചു, ഞാൻ കുടിച്ചല്ലോ. പക്ഷെ എനിക്ക് എന്റെ പഴയ ശരീരം തന്നെ തിരിച്ചു കിട്ടണം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്താ ഇത്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ മരുന്ന് കള്ളമായിരുന്നെന്ന്. ചിങ്കം സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ചിങ്കം സാറേ, ഞാൻ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ കാശെല്ലാം ഞാനിതാ അവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? സത്യമല്ല, ഞാൻ വിളിച്ചു പറയുകയാണല്ലോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കോൺസ്റ്റബിൾസ്, പെട്ടെന്ന് പോയി ആ മോഷ്ടിച്ച പണം കൊണ്ടുവരും.
ചിങ്കം സാറ്, ഞാൻ മിനിയാന്നൊരു ജ്വല്ലറി കൊള്ളയടിച്ചിരുന്നു. അവിടുന്ന് കിട്ടിയ കാശും സ്വർണവുമെല്ലാം അവിടെ ഒരു കുളത്തിലാണ് സാറേ. ചിങ്കം സാറേ, ഞാൻ കൊള്ളയടിച്ച കാശ് കൊണ്ട് വരെ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാ എത്തിയത്? വേറെ എവിടെയൊക്കെയാണ് ഉള്ളത്? എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം ദാ അവിടെയുണ്ട്. എല്ലാം ഞാൻ സാറിന് തന്നില്ലേ സാറേ? ബോസ് ഒന്ന് മതിയാക്ക്. ഇത്രയും കാലത്തെ സമ്പാദ്യം കൊടുക്കാൻ പോവുകയാണോ? എനിക്കറിയില്ല എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന്. ഒരു എത്തിപ്പിടിയും കിട്ടാത്ത അവസ്ഥയായി പോയി. ജോൺ, നീ എനിക്ക് പോളിയോ ഡ്രോപ്പ് തന്നത് ഓർക്കുന്നുണ്ടോ? ഞാനും നിന്നെ കൊണ്ട് സത്യം മാത്രം പറയിപ്പിക്കുന്ന മരുന്ന് തന്നതാ. ഇപ്പോഴിത് ധാരാളം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ എല്ലാവരും കൂടി എനിക്കിട്ട് പണിയുകയായിരുന്നു എന്നല്ലേ? ഇതൊക്കെ ചീറ്റിംഗ് ആണ്. ആണോ? നീ ചെയ്താ ശരി, ഞങ്ങൾ ചെയ്താ ചീറ്റിങ്. ഇപ്പൊ നീ സ്വന്തം വീട്ടിൽ തന്നെ മോഷ്ടിക്കാൻ കയറിയതുപോലെ ആയില്ലേ? എന്താ? Watch India's largest kids library only on Jio Hotstar. Download the app now.